പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി 31കാരനായ യുവാവെത്തുക. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ അച്ഛനെ പാറക്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുക. മറ്റൊരിടത്താകട്ടെ ആൺസുഹൃത്ത് വിവാഹം കഴിക്കുന്നതിലുള്ള എതിർപ്പ് മൂലം ഭർത്തൃമതിയും 2 കുട്ടികളുമുള്ള യുവതി യുവാവിന്റെ വീട്ടിലെത്തി ജീവനൊടുക്കി. നടുക്കമുണ്ടാക്കുന്ന ഈ 2 സംഭവങ്ങളും നടന്നത് തലസ്ഥാന ജില്ലയിലാണ്. ആ വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയുടെ പിതാവിനെ യുവാവ് തലക്കടിച്ച് കൊലപ്പെടുത്തി. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ബിജു ആണ് കൊല്ലപ്പെട്ടത്. 2 ആഴ്ച മുമ്പുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിജു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കേസിൽ അറസ്റ്റിലായ മടത്തറ സ്വദേശി രാജീവ് എന്ന 31കാരൻ റിമാൻഡിലാണ്. പ്രായപൂർത്തിയാകാത്ത മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബിജുവിനെ പ്രതി സമീപിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ ലഹരിക്കടിമയാണെന്നും സംശയമുണ്ട്. കിളിമാനൂർ ഞാവേലിക്കോണം സ്വദേശി 40കാരനായ ബിജു ആണ് കൊല്ലപ്പെട്ടത്. ഈ മാസം 17-ന് രാത്രി 9 മണിയോടെയായിരുന്നു ആക്രമണം. വീട്ടിലെത്തിയ കൊല്ലം മടത്തറ സ്വദേശി രാജീവ് മകളെ വിവാഹം കഴിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ബിജു അതിന് തയ്യാറായില്ല. മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിവാഹം നടത്താൻ കഴിയില്ലെന്നും ബിജു അറിയിച്ചു. തുടർന്ന് വീടിനടുത്തുള്ള ജംഗ്ഷനിൽ സുഹൃത്തിനൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കവെയാണ് ബിജുവിനെ പ്രതി ആക്രമിച്ചത്. തറയിൽ തള്ളിയിട്ട് ശരീരത്തിൽ കയറിയിരുന്ന ശേഷം കൊല്ലുമെന്ന് ആക്രോശിക്കുകയും കയ്യിൽ കരുതിയിരുന്ന പാറക്കല്ലുകൊണ്ട് തലക്കിടിക്കുകയുമായിരുന്നു. അബോധാവസ്ഥയിലായ ബിജുവിനെ സുഹൃത്തുക്കൾ ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലയ്ക്കുള്ളിൽ രക്തം കട്ടപിടിച്ച് ഗുരുതരാവസ്ഥയിലായ ബിജു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവ ദിവസം തന്നെ കിളിമാനൂർ പോലീസ് രാജീവിനെ പിടികൂടിയിരുന്നു. കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിലാണ്. ബിജുവിന്റെ മരണത്തെ തുടർന്ന് ഇയാൾക്കെതിരെ കൊലക്കുറ്റം കൂടി ചുമത്തുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. തിരുവനന്തപുരത്ത് ആൺസുഹൃത്തിന്റെ വീട്ടിൽ കടന്നുകയറി ഭർത്തൃമതിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. മുട്ടത്തറ കല്ലുമൂട് സ്വദേശി 38കാരിയായ കെ സിന്ധുവാണ് മരിച്ചത്. മുട്ടത്തറ SN നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന അരുൺ വി നായരുടെ വീട്ടിലെത്തിയായിരുന്നു ആത്മഹത്യ. അരുൺ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിലുള്ള എതിർപ്പാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. രാവിലെ അരുണിന്റെ വീട്ടിലെത്തിയ യുവതി കിടപ്പുമുറിയിലേക്ക് തള്ളിക്കയറി. തടയാൻ ശ്രമിച്ച അരുണിന്റെ വലിയമ്മയെ തള്ളി താഴെയിട്ടു. തുടർന്ന് മുറിക്കുള്ളിൽ കയറി കതകടച്ച് കുറ്റിയിട്ടു. വൃദ്ധ ബഹളം വെച്ചെങ്കിലും മുറി തുറന്നില്ല. നാട്ടുകാരും പൂന്തുറ പോലീസും സ്ഥലത്തെത്തി മുറി ചവിട്ടി തുറന്നപ്പോൾ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സിന്ധുവിനെ കണ്ടത്. അവിവാഹിതനായ അരുൺ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ നീക്കം നടത്തുന്ന വിവരം സിന്ധു അറിഞ്ഞിരുന്നു. ഇതിന്റെ പ്രകോപനത്തിലാണ് വീട്ടിൽ കടന്നുകയറി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന സിന്ധുവും അരുണും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കണ്ടുമുട്ടിയതോടെയാണ് സൗഹൃദത്തിലായത്. അരുണിനായി യുവതി പലരിൽ നിന്നും കടം വാങ്ങി പണം നൽകിയിരുന്നതായും പറയുന്നുണ്ട്. അരുണിന്റെ വിവാഹകാര്യത്തെ ചൊല്ലി വ്യാഴാഴ്ച രാത്രിയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. കാറിൽ വരികയായിരുന്ന അരുണിനെ തടഞ്ഞു നിർത്തിയ യുവതി ബലമായി കാറിനുള്ളിൽ കയറിയ ശേഷം സീറ്റുകൾ കത്തികൊണ്ട് കുത്തിക്കീറി. തടയാൻ ശ്രമിച്ച അരുണിന് ഇടതു കൈയിൽ കുത്തേൽക്കുകയും അടിപിടിക്കിടെ യുവതിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അടുത്ത ദിവസമാണ് ആത്മഹത്യ. അരുണിനെ പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. സംഭവത്തിൽ യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. നിലവിൽ ആത്മഹത്യയ്ക്കാണ്
കേസെടുത്തിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്താനായിട്ടില്ല. ഫോറൻസിക്, വിരലടയാള ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സിന്ധുവിന് ഭർത്താവും 2 മക്കളുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തനിക്കെതിരെ പീഡനപരാതി നൽകിയതിന്റെ പക മനസ്സിലൊളിപ്പിച്ച് യുവതിയുമായി വീണ്ടും സൗഹൃദത്തിലാവുക, അവളെ തന്ത്രപൂർവ്വം ലോഡ്ജിലെത്തിച്ച് വകവരുത്തുക. ഇത്തരമൊരു കൊലപാതകമാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുണ്ടായത്. വെട്ടത്തൂർ സ്വദേശി ഫസീലയെ കൊലപ്പെടുത്തിയത് തനിക്കെതിരെ പീഡനപരാതി നൽകിയതിന്റെ വൈരാഗ്യം മൂലമാണെന്ന് പ്രതി അബ്ദുൾ സനൂഫ് പോലീസിനോട് സമ്മതിച്ചു. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയിരുന്ന സനൂഫ് ചെന്നൈയിൽ നിന്നാണ് പിടിയിലായത്. ഈ മാസം 26-നാണ് മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ സുഹൃത്തായ പ്രതി അബ്ദുൾ സനൂഫ് ശ്വാസം മുടിച്ചു കൊന്നത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതി കഴിഞ്ഞ ദിവസം ചെന്നൈ ആവടിയിൽ നിന്നാണ് പിടിയിലാകുന്നത്. പോലീസിനെ കബളിപ്പിക്കാൻ മീശയെടുത്ത് കളഞ്ഞ പ്രതി CCTV ദൃശ്യങ്ങളിൽ കുടുങ്ങി പിടിയിലാവാതിരിക്കാൻ ഷർട്ടുകൾ ഇടയ്ക്കിടെ മാറ്റിയാണ് യാത്ര ചെയ്തിരുന്നത്. പാലക്കാട് കാർ ഉപേക്ഷിച്ച ശേഷം ട്രെയിനിൽ ബംഗളൂരുവിലെത്തിയ സനൂഫ് പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ചെന്നൈയിലേക്ക് കടക്കുകയായിരുന്നു. നേരത്തെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു. കർണാടകയിൽ നിന്നെടുത്ത സിം കാർഡാണ് പിന്നീട് ഉപയോഗിച്ചത്. അതിൽ നിന്ന് ഇയാൾക്ക് ബന്ധമുള്ള ഒരാളെ വിളിച്ചതോടെ സൈബർ സെല്ല് വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. മുമ്പ് തനിക്കെതിരെ പീഡന പരാതി നൽകിയതിന്റെ വൈരാഗ്യം മൂലമാണ് കൊലപാതകമെന്ന് സനൂഫ് പോലീസിനോട് പറഞ്ഞു. ഇതിനകത്ത് ഇപ്പോൾ പ്രതിയായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആവശ്യത്തിനായി ഈ സ്ത്രീ നേരത്തെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഒരു റേപ്പ് പ്ലസ് IT ആക്ടായിട്ട് കേസ് വെച്ചു. അവർ 83 ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള റിമാൻഡ് ചെയ്തു. അതിൻ്റെ ഒരു പ്രതികാരമാണ് പ്രധാനമായിട്ടും ഇവരെ കൊല ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് പോലീസ് മനസ്സിലാക്കി. ഫസീല നൽകിയ പീഡന പരാതി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനെന്ന് പറഞ്ഞാണ് ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന് ലോഡ്ജിൽ മുറിയെടുത്തതെന്ന് സനൂഫ് പോലീസിനോട് പറഞ്ഞു. ഇരുവരുടെയും സംസാരത്തിനിടെ വാക്കേറ്റമുണ്ടാവുകയും ഫസീല ബഹളം വെച്ചപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും സനൂഫ് സമ്മതിച്ചു. സനൂഫ് മുമ്പ് ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. അപ്പോഴാണ് യുവതിയുമായി പരിചയത്തിലാകുന്നത്. നേരത്തെ 2 തവണ വിവാഹമോചിതയായിട്ടുള്ള ഫസീല വീട്ടിൽ ജോലി ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് കോഴിക്കോട്ടേക്ക് എത്തിയത്. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ സനൂഫിനായി ജില്ലയിലെ കുറ്റാന്വേഷണ വിദഗ്ധരായ പോലീസുകാരെ ഉൾപ്പെടുത്തി 3 സംഘങ്ങളായാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. ബംഗളൂരുവിൽ അസമീസ് വ്ലോഗർ മായ ഗൊഗോയിയെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊലയ്ക്ക് ശേഷം താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് പ്രതിയായ കണ്ണൂർ സ്വദേശി ആരവ് ഹനോയ് പോലീസിന് മൊഴി നൽകി. നവംബർ 24-ന് അർദ്ധരാത്രിയോടെയാണ് മായയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് മുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചു. എന്നാൽ കുരുക്ക് മുറുകാതിരുന്നതിനാൽ ശ്രമം ഉപേക്ഷിച്ചെന്നും ആരവ് പോലീസിന് മൊഴി നൽകി. മായയ്ക്ക് മറ്റാരോടോ അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. പ്രതിയെ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മായയെ കൊലപ്പെടുത്തിയ ശേഷം താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ് പ്രതി ആരവ് ഹനോയ് പോലീസിന് നൽകിയ മൊഴി. സംശയത്തെ തുടർന്നാണ് മായയെ കൊലപ്പെടുത്തിയതെന്നും ആരവ് വെളിപ്പെടുത്തി. നവംബർ 24-ന് അർദ്ധരാത്രിയോടെയാണ് കൊലപാതകം നടത്തിയത്. തുടർന്ന് മുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചു. മായയെ കൊലപ്പെടുത്തിയ കയറുപയോഗിച്ചാണ് കുരുക്കിട്ടതെങ്കിലും അത് മുറുകാതെ വന്നതിനാൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. 25-ന് മുഴുവൻ ആ മുറിയിൽ മൃതദേഹത്തിനൊപ്പം കഴിഞ്ഞതായും ആരവ് പോലീസിനോട് പറഞ്ഞു. 26-ന് രാവിലെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലെത്തി പല ട്രെയിനുകളും മാറിക്കയറി വാരണാസിയിലെത്തി. ഫോൺ ഇതിനിടെ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. 28-ന് വൈകിട്ട് ആരവ് കണ്ണൂരിലെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ക്യാൻസർ രോഗിയായ മുത്തച്ഛനെ ഫോണിൽ വിളിച്ചിരുന്നു. ഈ കോൾ പോലീസ് പിന്തുടർന്നെങ്കിലും വീണ്ടും മൊബൈൽ ഓഫ് ചെയ്തതിനാൽ യുവാവിനെ കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെത്തി ആരവ് പോലീസിന് കീഴടങ്ങുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു.
കൊല്ലപ്പെട്ട ഗുവാഹത്തി സ്വദേശിയായ മായ ഗോഗോയി ജലനഗറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു. വ്ളോഗർ കൂടിയായ മായയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ഫോളോവേഴ്സ് ഉണ്ട്. ആരവ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്റ്റുഡന്റ് കൗൺസിലറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് മായയുമായി സൗഹൃദത്തിലാകുന്നത്. മായയ്ക്ക് വേറെ പ്രണയബന്ധമുണ്ടോ എന്ന സംശയം തോന്നുകയും അത് ചോദിച്ച് തർക്കമുണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ഓൺലൈനിലൂടെ കയറും കത്തിയും വാങ്ങി. തുടർന്ന് കയർ കഴുത്തിൽ കുരുക്കിയാണ് കൊലപ്പെടുത്തിയത്. മരണം ഉറപ്പാക്കാൻ കത്തികൊണ്ട് പലതവണ കുത്തുകയും ചെയ്തു. 21-കാരനായ ആരവ് ചോദ്യം ചെയ്യലിനിടെ കടുത്ത വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങളും പ്രകടിപ്പിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം. ഒരു മാനസിക രോഗ വിദഗ്ധന്റെ സഹായം കൂടി തേടിയ ശേഷമായിരിക്കും ഇയാളെ ഇനി ചോദ്യം ചെയ്യുക. ന്യൂസ് 18 ബംഗളൂരു. കണ്ണൂർ വളപട്ടണം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവ് കൊല്ലപ്പെട്ടതെന്ന് ബന്ധുക്കൾ. KSEB താൽക്കാലിക മീറ്റർ റീഡറായിരുന്ന ജോബിഷ് ജോർജാണ് മരിച്ചത്. ഒക്ടോബർ 23-നാണ് പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കേസിന്റെ തുടക്കം മുതൽ പോലീസ് കാണിക്കുന്ന നിസ്സംഗത സംശയം ബലപ്പെടുത്തുകയാണെന്നും യുവാവിന്റെ ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബർ 19-ന് കാണാതായ ചന്ദനക്കാംപാറയിലെ ജോബിഷ് ജോർജിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് ബന്ധുക്കൾ രംഗത്തു വന്നത്. KSEB ഇരിട്ടി സെക്ഷനിൽ താൽക്കാലിക മീറ്റർ റീഡറായിരുന്നു ജോബിഷ്. വയറിംഗ് ജോലിയും ചെയ്യാറുണ്ടായിരുന്നു. വായ്പയെടുത്ത കണ്ണൂരിലെ ബാങ്ക് ഏജന്റിനെ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞാണ് ജോബിഷ് വീട്ടിൽ നിന്ന് പോയത്. വൈകിട്ട് ബന്ധു വിളിച്ചപ്പോഴും കണ്ണൂരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ഫോണിൽ കിട്ടാതായതോടെ പിറ്റേന്ന് പയ്യാവൂർ പോലീസിൽ പരാതി നൽകി. 23-ന് വളപട്ടണം പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ജോബിഷിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പിതാവ് ജോർജ് വർഗീസും ബന്ധുക്കളായ ജോസ്, മോളി വിൽസൺ, ഡോളി എന്നിവരും രംഗത്തു വന്നു. പോലീസ് കേസ് എന്നെ വിളിച്ച് പറഞ്ഞു വെച്ചാൽ ഞാനാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്. അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഈ കേസ് ക്ലോസ് ചെയ്യാൻ ഞാൻ സാറേ കേസ് ക്ലോസ് ചെയ്യണം. അത് CI പറഞ്ഞു ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല സാറേ. ഇത് കഴിഞ്ഞാൽ കൊച്ചു പോയാൽ സംശയിച്ച് വണ്ടി കിട്ടിയിട്ടില്ല. പിന്നെ അവൻ കണ്ണൂർ പോയിട്ട് യാതൊരു തെളിവുമില്ല. ഒരു CCTV കാണുന്നില്ല ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ സാറേ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. 19-ന് കാണാതായ ജോബിഷ് 21 വരെ കണ്ണൂരിൽ തന്നെയുള്ളതായി മൊബൈൽ ടവർ ലൊക്കേഷനിൽ വ്യക്തമായിട്ടുണ്ട്. ഈ കാര്യത്തിൽ പോലീസ് വേണ്ടത്ര അന്വേഷണം നടത്തിയില്ല. ജോബിഷ് സഞ്ചരിച്ച ബൈക്കും കണ്ടെത്തിയിട്ടില്ല. കണ്ണൂർ പ്ലാസ ജംഗ്ഷനിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ജോബിഷിന്റെ ഫോൺ കണ്ടെത്തിയിരുന്നു. ഒരു യുവാവ് വിറ്റതായാണ് കടയുടമ പറഞ്ഞത്. ജോബിഷ് തന്നെയാണോ ഫോൺ വിറ്റതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. സാമ്പത്തിക ബാധ്യതയില്ലാത്ത ജോബിഷ് ആത്മഹത്യ ചെയ്യില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ജോബിഷിന്റെ വസ്തു പണമിടപാടുകളും സംശയമുള്ള കൂട്ടുകാരെയും മറ്റു വ്യക്തികളെയും സംബന്ധിച്ചും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്വേഷണം നടന്നിട്ടില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹത കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കേസ് അവസാനിപ്പിക്കുകയാണെന്നാണ് ജോബിഷിന്റെ ബന്ധുക്കളെ വളപട്ടണം പോലീസ് അറിയിച്ചത്. സംഭവം നടന്ന് 1 മാസം കഴിയുമ്പോഴേക്കും ധൃതി പിടിച്ച് കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം ആരെയോ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ന്യൂസ് 18 കണ്ണൂർ. നിരവധി ഫോളോവേഴ്സുള്ള യൂട്യൂബർ തൊപ്പി എന്ന നിഹാദ് മിക്കപ്പോഴും വിവാദങ്ങൾ അകപ്പെടുന്ന വ്യക്തിയാണ്. എറണാകുളം തമ്മനത്തെ ഫ്ളാറ്റിൽ നിന്നും MDMA പിടികൂടിയ കേസിൽ നിഹാദിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇയാളുടെ ഡ്രൈവർ ജാബറിൽ നിന്നുമാണ് MDMA പിടിച്ചെടുത്തത്. നിലവിൽ തൊപ്പി ഈ കേസിൽ പ്രതിയല്ലെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. തൊപ്പിയുടെ വാഹനം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. എറണാകുളം തമ്മനത്തെ ഫ്ളാറ്റിൽ നിന്നും MDMA പിടികൂടിയ കേസിൽ അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി തൊപ്പി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ നിലവിൽ തൊപ്പി പ്രതിയല്ലെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്.
ജാമ്യാപേക്ഷയിൽ ഡിസംബർ 4-നകം റിപ്പോർട്ട് നൽകാനാണ് പാലാരിവട്ടം പോലീസിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം നൽകിയത്. തൊപ്പിയുടെ സുഹൃത്തുക്കളായ 3 യുവതികളടക്കം മറ്റ് 6 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലും കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാദിന്റെ ഡ്രൈവർ ജാബിറിൽ നിന്നുമാണ് MDMA പിടിച്ചെടുത്തത്. പിന്നാലെ തൊപ്പിയും സുഹൃത്തുക്കളും ഒളിവിൽ പോയി. കേസിൽ നിലവിൽ പ്രതിയല്ലെങ്കിലും നിഹാദിനെ വിശദമായി ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പോലീസ്. ഡ്രൈവർക്കൊപ്പം നിഹാദും ലഹരി ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ലഹരി കേസുമായി ബന്ധപ്പെട്ട് തൊപ്പിയുടെ വാഹനം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. തൊപ്പിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഡിസംബർ 4-ന് പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കൊടുവള്ളിയിൽ ജുവലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ വൻ വഴിത്തിരിവ്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ കടയുടമയുടെ സുഹൃത്തായ രമേശ് ആണെന്ന് പോലീസ് പറഞ്ഞു. രമേശ് ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മോഷ്ടിച്ച സ്വർണവും കൊട്ടേഷൻ സംഘത്തിന് കൊടുത്ത 12 ലക്ഷം രൂപയും പോലീസ് പിടികൂടി. ആക്രമിക്കപ്പെട്ട കൊടുവള്ളി സ്വദേശി ബൈജുവിന്റെ കടയുടെ സമീപത്ത് തന്നെ ആഭരണ നിർമ്മാണ കട നടത്തുന്നയാളാണ് രമേശ്. ബൈജുവിന്റെ സുഹൃത്തു കൂടിയായ രമേശ് നൽകിയ കൊട്ടേഷൻ പ്രകാരമായിരുന്നു കവർച്ച. രമേശിനെ കൂടാതെ വിപിൻ, ഹരീഷ്, ലതീഷ്, വിമൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 1.3 കിലോ സ്വർണം പോലീസ് പിടിച്ചെടുത്തു. കൊട്ടേഷൻ സംഘത്തിന് കൊടുത്ത 12 ലക്ഷം രൂപയും പിടികൂടി. കവർച്ചയ്ക്ക് ശേഷം സംശയം തോന്നാതിരിക്കാൻ ആക്രമിക്കപ്പെട്ട ബൈജുവിനെ കണ്ട് രമേശ് സംസാരിച്ചിരുന്നു. വളരെ ആസൂത്രിതമായാണ് കവർച്ച നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. ഇത്രയും ഗോൾഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ജേണിയെ പറ്റി കൃത്യമായിട്ടും വിവരമുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിലെന്ന് പോലീസിന് മനസ്സിലാവുകയും അതിലൂടെയാണ് ഈ കേസിന്റെ പ്രധാനിയായിട്ടുള്ള ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളിൽ ഒരാളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രമേശിനെ പോലീസ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്ന ബൈജുവിനെ ഇടിച്ചിട്ട ശേഷം കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ സംഘം ബാഗിൽ സൂക്ഷിച്ച 2 കിലോയോളം സ്വർണവുമായി കടന്നു കളഞ്ഞത്. വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച കാറിലായിരുന്നു പ്രതികൾ എത്തിയത്. CCTVകളും മൊബൈൽ ഫോണുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പെരിന്തൽമണ്ണയിൽ ഉണ്ടായതിന് സമാനമായി കൊടുവള്ളിയിലും വൻ കവർച്ചയുണ്ടായത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാനായത് പോലീസിന് അഭിമാനമായി. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ നടന്ന വൻ കവർച്ചയിൽ പ്രതികളെ പിടികൂടാനാവാതെ പോലീസ്. പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണമെങ്കിലും പ്രതിയെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. തുടക്കത്തിൽ 3 പ്രതികളുണ്ടെന്ന് പറഞ്ഞ പോലീസ് പിന്നീടത് 2 ഏറ്റവും ഒടുവിൽ ഒരാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നുമാണ് പറയുന്നത്. മന്നത്തെ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയുമാണ് മോഷണം പോയത്. കണ്ണൂർ വളപട്ടണം മന്നയിലെ അരിമൊത്ത വ്യാപാരി അഷറഫിന്റെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും കവർന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ല. കുടുംബാംഗങ്ങൾ വീടുപൂട്ടി മധുരയിൽ വിവാഹ ചടങ്ങിന് പോയി തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. 19-ാം തീയതിയാണ് അഷറഫും കുടുംബവും വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി മധുരയിലേക്ക് പോയത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10:30 മടങ്ങിയെത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി അറിയുന്നത്. അടുക്കള ഭാഗത്തെ ജനാലയുടെ ഗ്രിൽ മുറിച്ചു മാറ്റിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അലമാര കുത്തി തുറന്ന് ലോക്കറിന്റെ താക്കോൽ കൈക്കലാക്കിയായിരുന്നു കവർച്ച. തുടക്കത്തിൽ 3 പ്രതികളുണ്ടെന്നാണ് പോലീസ് നൽകിയ വിവരം. എന്നാൽ പിന്നീടത് 2 പേരെന്നും അതിപ്പോൾ ഒരാളെന്നുമുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലഭ്യമായ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷണം നടത്താൻ വീടിനകത്ത് കയറിയത് ഒരാൾ മാത്രമാണെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത്. 40 മിനിറ്റിനുള്ളിൽ മോഷണം നടത്തി പ്രതി രക്ഷപ്പെട്ടെന്നും ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു.
20-ന് രാത്രിയായിരുന്നു മോഷണം. പ്രത്യേക രീതിയിലുള്ള ലോക്കറാണ് വീട്ടിലുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്തിയ മോഷണമായതിനാൽ ലോക്കറിന്റെ പ്രവർത്തനം മോഷ്ടാവ് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. ബംഗളൂരുവിൽ നിന്നാണ് ലോക്കർ വീട്ടിലെത്തിച്ചത്. വിവരം തേടി പോലീസ് ബംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം വീടിനകത്ത് കയറിയ ഇതേ മോഷ്ടാവ് 10 മിനിറ്റ് സമയം ഇവിടെ ചെലവഴിച്ചതായും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. കവർച്ചയ്ക്കിടെ ഏതെങ്കിലും വസ്തുക്കൾ വീടിനകത്ത് മറന്നുവെച്ചിട്ടുണ്ടാകുമോ എന്ന സംശയത്തിലാകാം വീണ്ടും എത്തിയതെന്നാണ് പോലീസ് നിഗമനം. മുഖംമൂടി ധരിച്ചതിനാൽ പ്രതിയെ തിരിച്ചറിയാനായിട്ടില്ല. വീടിന്റെ ചുറ്റുപാടും വീട്ടുകാരെയും കൃത്യമായി അറിയുന്നയാളാണ് കവർച്ച നടത്തിയെന്ന സംശയത്തിലാണ് പോലീസ്. റൂറൽ SP അനുജ് പലിവാളിന്റെയും കണ്ണൂർ സിറ്റി ACP TK രത്നകുമാറിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം. പോലീസ് നായ മണം പിടിച്ച് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയ സാഹചര്യത്തിൽ മോഷ്ടാവ് ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് പോലീസ് ആദ്യം വിലയിരുത്തിയത്. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നോ എന്ന സംശയമുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം. കൊട്ടാരക്കരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച 2 പ്രതികളെ കോടതി ശിക്ഷിച്ചു. വ്യത്യസ്ത കേസുകളിലാണ് ശിക്ഷ. ആയൂർ സ്വദേശി സുന്ദരനാചാരിയെ 40 വർഷം കണ്ണുതടവിനും ഇളമാട് സ്വദേശി ഷെഹിനെ 47 വർഷം കണ്ണുതടവിനുമാണ് ശിക്ഷിച്ചത്. കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് വിധി പ്രസ്താവിച്ചത്. വ്യത്യസ്ത കേസുകളിൽ കോടതി കുറ്റക്കാരായി കണ്ട കൊട്ടാരക്കര ആയൂർ സ്വദേശി 65-കാരൻ സുന്ദരനാചാരിക്ക് 40 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും, ഇളമാട് സ്വദേശി 27-കാരനായ ഷെഹിന് 47 വർഷം കഠിന തടവും 2,20,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. 13-കാരിയെ നിരന്തരം പീഡിപ്പിക്കുകയും പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ പണം നൽകുകയും ചെയ്തെന്നാണ് സുന്ദരനാചാരിക്കെതിരായ കേസ്. 2022 ജൂണിലായിരുന്നു പീഡനം. കേസിൽ ചടയമംഗലം പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ജൂലൈയിലാണ് ഷെഹിൻ പോക്സോ കേസിൽ അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പാറമടയിൽ കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയതാണ് കേസ്. 2021 ഫെബ്രുവരിയിലാണ് ചടയമംഗലം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്നിപ്പം 2 കേസിലാണ് ശിക്ഷിച്ചിരിക്കുന്നത്. 2 കേസിനകത്തും വിക്ടിംസ് പറയുന്നത് 13, 14 വയസ്സുള്ളവരാണ്. എല്ലാം 2021 ചടയമംഗലം പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥയിലുള്ള കേസാണ്. ചടയമംഗലം പോലീസ് കണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു കേസിനകത്ത് പ്രതി എന്ന് പറയുന്നത് 24 വയസ്സ്, ഇപ്പം 27, 28 വയസ്സുള്ളൂ. മറ്റൊരു കേസിനകത്ത് പ്രതി എന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് ഈ പ്രതിക്ക് 61 വയസ്സുണ്ട്, കുട്ടിക്ക് അന്നേരം 13 വയസ്സും. അതെന്ന് പറയുന്നത് ഇയാൾ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സെക്ഷൻ്റെ പുസ്തകത്തിന് ശേഷം ഈ കുട്ടിക്ക് പൈസ കൊടുക്കും. 100 രൂപ വീതം കൊടുക്കും, ആരോടെയും പറയരുതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഈ കൊച്ചുകുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇല്ല പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നു, എന്തെങ്കിലും സ്കൂളിൽ ചെന്ന് ഐസ്ക്രീമൊക്കെ മേടിക്കുന്നു. പക്ഷേ ഇതെല്ലാം റിവീലാവുന്നത് എപ്പോഴാണ്? ഈ കൗൺസിലർ ടീച്ചേഴ്സ് അവരിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ അവർക്കന്നേരം ഒരു ബോധം ഉണ്ടായിട്ടാണ് കുട്ടികളെല്ലാം വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് പല കേസുകളും വരുന്നത് പോലും. ഇരുവരെയും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊട്ടാരക്കര. പോലീസ് പട്രോൾ ഇനി പോകുന്നത് കാസർഗോഡേക്കാണ്. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ സ്കൂട്ടർ കുറുകെ നിർത്തി കർണാടക ട്രാൻസ്പോർട്ട് ബസ് തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ. എരിയാൽ സ്വദേശി മുഹമ്മദ് നസ്ബർ അലിയെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടിയത്. ആക്രമണ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
ഏരിയാലിൽ സർവീസ് റോഡിൽ സ്കൂട്ടർ റോഡിന് കുറുകെയിട്ട് കർണാടക KSRTC ബസ് തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്ത യുവാവിനെ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടി. ഏരിയാലിലെ മുഹമ്മദ് നസ്ബർ അലിയെയാണ് കാസർഗോഡ് ടൗൺ SI പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കർണാടക KSRTC ബസ്സിനെ ഏരിയയിലെത്തിയപ്പോൾ മുഹമ്മദ് നസ്ബർ അലി തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ദൃശ്യങ്ങൾ KSRTC ഡ്രൈവർ തന്നെയാണ് മൊബൈലിൽ പകർത്തിയത്. ഈ തെളിവുൾപ്പെടെ കാണിച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും പ്രതിയെ ചൌക്കിയിൽ നിന്നും പിടികൂടുകയുമായിരുന്നു. KSRTC ബസ്സിന് മുന്നിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന മുഹമ്മദ് നസ്ബർ അലി കാരണമൊന്നുമില്ലാതെ സ്കൂട്ടർ ബസ്സിന് കുറുകെ നിർത്തി ഇറങ്ങി വന്ന് ഡ്രൈവറെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ബസ് യാത്ര തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അടിച്ചു പരിക്കേൽപ്പിച്ചതിനുമാണ് നസ്ബർ അലിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ഇനി കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ ആലപ്പുഴയിലെ 2 സ്കാനിംഗ് സെന്ററുകൾക്ക് ആരോഗ്യവകുപ്പ് പൂട്ടിട്ടു. 2 സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദു ചെയ്തു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 2.25 കോടിയിലേറെ രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബാങ്കോക്കിൽ നിന്നുമെത്തിയ കോഴിക്കോട് സ്വദേശി ഫവാസ് പിടിയിൽ. ബംഗ്ലാദേശിൽ ആത്മീയ നേതാവ് ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിന് പിന്നാലെ മറ്റൊരു സന്യാസി കൂടി അറസ്റ്റിൽ. ചിന്മോയ് ദാസിനെ കാണാൻ ജയിലിൽ പോയ ശ്യാംദാസ് പ്രഭു എന്ന സന്യാസിയാണ് ചാറ്റോഗ്രാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. സൈബർ തട്ടിപ്പിൽ മലയാളികളുടെ പണം തട്ടുന്ന ഇതര സംസ്ഥാനക്കാരെയും വിദേശികളെയും ഒക്കെ പിടികൂടുന്നത് നമുക്ക് പുതുമയല്ല. എന്നാൽ മലയാളികളും ഇത്തരം തട്ടിപ്പിൽ പുറകിലല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മുംബൈയിൽ 54-കാരനായ ശാസ്ത്രജ്ഞനെ ഡിജിറ്റൽ അറസ്റ്റിലാക്കി 3.5 കോടി രൂപ കവർന്ന കേസിൽ കേരളത്തിൽ നിന്നുള്ള 3 പേർ പിടിയിലായി. കോഴിക്കോട് സ്വദേശികളായ PS അൻവർഷാദ്, KK അമർഷാദ്, C മൗസിൻ എന്നിവരാണ് മുംബൈ സൈബർ പോലീസിന്റെ പിടിയിലായത്. ദുബായിലുള്ള ഷഹദ് എന്നയാളെ പോലീസ് തിരയുകയാണ്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.